ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് വേണം, പാല്, മുട്ട, ഇങ്ങനൊരു ടിന്നിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാര, നമ്മൾ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് കുറച്ച് പഞ്ചസാര നമ്മൾ പാനിലിട്ടിട്ട് നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ ഒഴിച്ച് വെച്ചേക്കണം. അപ്പം തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അത് കട്ടി പിടിച്ച് പോകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ കാരമലൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ചവർപ്പ് പോലെ വരും. കുറച്ചൊന്ന് ഷെയ്ഡ് മാറുമ്പോൾ അപ്പം തന്നെ എടുത്തേക്കണം. ഇനി പുഡിങ്ങിനുള്ള കാര്യങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് നമ്മളിപ്പോൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര നമ്മളിപ്പോൾ ഇതിന് 3 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ചിലർക്ക് മധുരം കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് കുറഞ്ഞു വേണം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള പാല് വേണം, ഒരു 1/4 കപ്പൊക്കെ മതിയാവും. പാല് ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കണം. ഒരു മണം ഉണ്ടാവുമല്ലോ ഈ മുട്ടയ്ക്ക്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഇല്ലാത്തവർ നമ്മുടെ ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക 1-2 ചേർത്താലും മതിയാവും. നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ച് നമ്മളിത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് വെച്ചേക്കണം. എന്നിട്ട് നമ്മളിത് ആവി കയറ്റാണ് വേണ്ടത്. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്തെങ്കിലും അടിയിൽ വെക്കാൻ എന്തെങ്കിലും വളയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച ശേഷം നല്ലപോലെ ആവി കയറ്റി എടുക്കണം. എനിക്കൊരു 30 മിനിറ്റിൽ കൂടുതൽ എടുത്തു. എന്നിട്ട് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ മെൽറ്റായി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.